ഹലോ ഗെയ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ബെറ്റ ഫിഷിനെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്ന പുതിയൊരു മെത്തേഡിലേക്കാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ഷെയർ ചെയ്യുക, കൂടുതൽ കൂട്ടുകാർക്ക് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇതിന് ബ്രീഡിങ്ങിന് ഉപയോഗിക്കുന്നത് ഗ്രീൻ സാമറായിട്ട് നല്ല പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള പെയറിനെയാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നമ്മൾ അഡൾട്ട് പെയർ അല്ല എടുക്കുന്നത്, സെമി അഡൾട്ടാണ് കേട്ടോ. സെമി അഡൾട്ട് പെയറിനെയാണ് ആദ്യം ബ്രീഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അത്യാവശ്യം കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം എഗ്ഗ് കയറിയിട്ടുള്ള ഫീമെയിലും അത്യാവശ്യം അതിന് കണക്കാക്കിയിട്ടുള്ളൊരു മെയിലുമാണ്. വലിയ സൈസല്ല നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ബ്രീഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. കാരണം ഫസ്റ്റ് ബാച്ച് എന്ന് പറയുമ്പോൾ അത്രത്തോളം ക്വാളിറ്റി, പേരൻസിൻ്റെ അതേ ക്വാളിറ്റി തന്നെ നമുക്ക് ഇതിലേക്ക് എടുക്കാൻ സാധിക്കും, കിട്ടും കുഞ്ഞുങ്ങളെ. അതുപോലെ ബ്രീഡിങ്ങിന് ഉപയോഗിക്കുന്ന ഇതുപോലത്തെ ചെറിയൊരു പാത്രമാണ് കേട്ടോ. നമ്മുടെ ഈ മിഠായി ഭരണികളൊക്കെ വരുന്നത്, അതിനെ നമ്മൾ പകുതി കട്ടിയതിന് ശേഷം അതിലേക്കാണ് നമ്മൾ ബ്രീഡിങ്ങിന് ഉപയോഗിക്കുന്നത്. വലിയ ടപ്പോളൊന്നുമല്ല. ഇത് നമ്മൾ 2 ദിവസം മുൻപ് പിടിച്ചു വെച്ച ബദാം ലീഫിൻ്റെ വെള്ളമാണ് കേട്ടോ. ഈ വെള്ളമാണ് ബ്രീഡിങ്ങിന് വേണ്ടി എടുക്കുന്നത്. പുതിയ വെള്ളത്തിലല്ല, ഇത് 2 ദിവസം മുൻപ് പിടിച്ചു വെച്ചാണ്. വെള്ളം ഒന്ന് അതിൻ്റെ പുതിയ ഒരു ക്ലൈമറ്റ് ചേഞ്ചൊക്കെ മാറിയിട്ടുണ്ട്. ഈ വെള്ളം നമ്മൾ കൂടുതൽ എടുക്കില്ല, അതിൻ്റെ ആ പാത്രത്തിൻ്റെ പകുതി വരെ മാത്രമേ നമ്മൾ ഈ വെള്ളം ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. നമ്മുടെ കൈ ഒന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ, കൈപ്പത്തി ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിരലിൻ്റെ നടുഭാഗം വരെ, ആ ഒരു ഭാഗം വരെ മാത്രമേ നമ്മൾ വെള്ളം ഇപ്പോൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ പേരും അതെങ്കിൽ ഇപ്പോൾ ഫ്രിഡ്ജ് ബോക്സിലൊക്കെ ബ്രീഡ് ചെയ്യുന്നവർ കാണും. അപ്പോൾ ആ രീതി തെറ്റെന്നല്ല ഞാൻ പറയുന്നത്, ഇത് പുതിയ രീതിയാണ്. അതിലേക്ക് നമ്മളിപ്പം ബദാമിൻ്റെ ഇല കുറച്ച്, ഒരു ബദാമിൻ്റെ 1/4 ഭാഗം നമ്മൾ ആ ഒരു വെള്ളത്തിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ബദാം ലീഫ് വെള്ളമാണ് എങ്കിലും കുറച്ച് ബദാം ലീഫും കൂടെ ഇട്ടെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി ഒന്ന് കൂട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് പരലുപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറെ എന്തെങ്കിലും ബാക്ടീരിയ കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നശിച്ചു പോകാൻ വേണ്ടി നമ്മളിപ്പോൾ കുറച്ച് പരലുപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിലേക്ക് തന്നെ നമ്മളെ ഈ ഒരു പെയറിനെ ഇറക്കി വിടുകയാണ് കേട്ടോ. ആ ഗ്രീൻ സാമറായി ഈ മെയിലിനെയാണ് ഇപ്പോൾ നമ്മൾ ഇറക്കി വിട്ടത് കേട്ടോ. അത് കണ്ടാൽ തന്നെ അറിയാം, വലിയ സൈസല്ല. ആദ്യം പറഞ്ഞതുപോലെ തന്നെ സെമി അഡൾട്ടാണ് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഫീമെയിലിനെ ഇറക്കി വിടാം. ഫീമെയിൽ അത്യാവശ്യം എഗ്ഗ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെയും ലൈവ് ഫുഡൊക്കെ കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് എഗ്ഗ് കയറിക്കോളും. അതുകൊണ്ട് നമ്മൾ എന്തായാലും വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം, വളരെ കുറച്ച് വെള്ളം മാത്രം വെച്ചതിന് ശേഷമാണ് നമ്മളിപ്പം ബ്രീഡിങ്ങിന് വേണ്ടി ഇറക്കി വിടുന്നത്. ഇതിപ്പോൾ നമ്മൾ ഡേ 1 ആണ് നമ്മളിപ്പോൾ ഇറക്കി വിട്ടതിന് ശേഷം നമ്മൾ നാളെ നോക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് ബബിൾസ് ഇട്ടോ ഇല്ലയോ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഇത് ആൾറെഡി ഒരു തവണ ബ്രീഡായിട്ടുള്ള പെയറാണ് കേട്ടോ. നമുക്ക് കൂടുതൽ അപ്ഡേറ്റ് നാളെ തന്നെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ഓക്കെ.